എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മസാല ഫ്രൈ ആണ്. വെണ്ടയ്ക്ക മസാല ഫ്രൈ ഉണ്ടാക്കാനായി ഞാൻ എടുത്തത് 250 ഗ്രാം വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി ഒരു തുണി കൊണ്ട് വെള്ളമെല്ലാം തുടച്ച് ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ മുറിച്ച് വയ്ക്കുക. ആദ്യം മസാല ഫ്രൈക്ക് വേണ്ടി തേങ്ങ ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിൽ 2 വറ്റൽമുളകും 2 വെളുത്തുള്ളി അല്ലിയും 1/4 കപ്പ് തേങ്ങ ചിരികിയതുമിട്ട് ചതച്ച് മാറ്റി വയ്ക്കുക. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ജീരകമിട്ട് അല്പം മൂക്കുമ്പോൾ 2 വറ്റൽമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, അല്പം കറിവേപ്പില ഇത്രയും ഇട്ട് 3 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പിന്നെ 1/4 ടീസ്പൂൺ കായവും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് വീണ്ടും ഫ്രൈ ചെയ്യുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. പിന്നെ ചതച്ച തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി തേങ്ങ വേകാൻ 1 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് വെണ്ടയ്ക്ക ഇളക്കി ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ചേർക്കാം. നമ്മുടെ വെണ്ടയ്ക്ക റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.